ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇത് ദൈവമഹത്വത്തിന്റെ ഒരു പ്രതലമായി, സ്വർഗത്തിന്റെ ഒരു പ്രതലമായി ഇത് രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. അതിനായി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വലിയ ഒഴുക്ക് നമ്മുടെ മധ്യത്തിൽ നടക്കുകയാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഈശാപ്രവാചന പുസ്തകം 43-ാം അധ്യായം അതിന് 18-19 വാക്യങ്ങൾ വളരെ സുപരിതമായ വാക്യമാണ്. ഞാനൊന്ന് സ്തോത്രം അത് വീണ്ടും ഒന്ന് ആവർത്തിക്കുകയാണ്. മുമ്പേ ഉള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? നിങ്ങൾ അത് തിരിച്ചറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ബിഹോൾഡ് എന്ന് പറഞ്ഞ ആ വാക്ക് കാണുവിൻ, കാണുവിൻ. നിങ്ങളെല്ലാം കണ്ണുകൾ തുറന്ന് ഒന്ന് ഉച്ച നോക്കുന്നത് പോലെ ബിഹോൾഡ്. പെട്ടെന്ന് അറ്റൻഷൻ. മിലിറ്ററിയിൽ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും ആ ജനറൽ വിളിക്കുന്ന ആ കാര്യത്തിലേക്ക് എന്ത് ചെയ്യണം? പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഫോക്കസ്, ലുക്ക്, ബിഹോൾഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ 2023 ഒക്ടോബർ ഞാൻ ഓർക്കുന്നു, പരിശുദ്ധാത്മാവ് വീണ്ടും ഹേമിച്ച് ഇവിടെയുള്ള പ്രാർത്ഥനകളെ കുറച്ചും കൂടെ ചൂടുപിടിപ്പിക്കണം എന്നുള്ളൊരു ആഹ്വാനം. പരിശുദ്ധാത്മാവുമായി ആഴമായിട്ടുള്ള ഒരു കൂട്ടായ്മ, ഇന്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ സമയങ്ങളിൽ കാലാകാലങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടും. വ്യക്തിപരമായി, കുടുംബത്തിൽ, വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ അങ്ങനെ സ്തോത്രം പരിചയിച്ച് ശീലിച്ച് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് പരിചയിച്ചതുകൊണ്ട് ഒക്ടോബർ മാസമായപ്പോൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ രാവിലെ സമയങ്ങളിൽ എല്ലാ ദിവസവും 2 പേര് നമ്മുടെ മെസ്സിലുണ്ട്. അപ്പോൾ പറഞ്ഞു, ഒരാള് മെസ്സിൽ പ്രവർത്തിച്ചാൽ മതി, ഒരാൾ ഓൾട്ടറിൽ വന്ന് രാവിലെ മൊത്തം സ്തോത്രം ഇവിടോട്ട് ഡെപ്യൂട്ട് ചെയ്തു. പ്രൈസ് ഗോഡ്. സുരേഷങ്ങൾ വന്നു, ബാക്കിയുള്ളവർ വന്നു പ്രാർത്ഥിക്കാൻ ഇവിടെ കൂടി. ഒരു മാസം ആരും അറിയാതെ ഒരു മാസം, ഒക്ടോബർ മാസം മൊത്തം സ്തോത്രം രാവിലെകളിൽ പ്രാർത്ഥന. ഇടയ്ക്കിടയ്ക്ക് പാസ്റ്റർ ഓടി വരും, ഇവിടെ പ്രാർത്ഥിക്കും. സ്തോത്രം മണിക്കൂറുകൾ അന്യഭാഷയിൽ, ഒരു 10 മണിക്ക് തുടങ്ങിയാൽ ചിലപ്പോൾ 1 മണി 2 മണി വരെ ഒക്കെ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുകയും ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും. ആഹ്വാനമൊന്നുമില്ല, അവിടെ ഇവിടെ ഉള്ളവർ എല്ലാ ദിവസവും സാധാരണ പ്രാർത്ഥിക്കുന്ന നമുക്ക് സമയങ്ങളുണ്ട്. പക്ഷെ ഒക്ടോബർ മാസമായപ്പോൾ എന്തോ സംതിങ് began to move. ഹല്ലേലൂയ. നവംബർ മാസമായപ്പോൾ ആദ്യത്തെ ഞായറാഴ്ച ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോൾ അന്ന് ദൂതന്മാരെ കുറിച്ചാണ് ശുശ്രൂഷിക്കുന്നത്. ദൂതന്മാർ സ്തോത്രം നമ്മുടെ സഹായികളായിരിക്കുന്ന ദി ഏഞ്ചലിക് ഹെൽപ്പേഴ്സ്, ദൂതന്മാരെ കുറിച്ചുള്ള വെളിപ്പാടുകളും ശുശ്രൂഷകളും, എങ്ങനെ ഇവിടെ ഒരു ARC സിയോൻ പട്ടണം പണിയണം, ദൈവത്തിന് വേണ്ടി ഒരു സിംഹാസനം. നവംബർ മാസത്തിലാണ് അതെല്ലാം ചൂടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഞായറാഴ്ച ശുശ്രൂഷ വീട്ടിൽ പോയപ്പോൾ രാത്രിയായപ്പോൾ പരിശുദ്ധാത്മാവ് ഹേമിക്കുകയാണ്. നമ്മുടെ ബാക്കിയുള്ള പൊതുയോഗങ്ങളെല്ലാം മാറ്റിവെച്ച് എല്ലാവരെയും പ്രയർ ഓൾട്ടർ സർവീസുകളിലേക്ക് വിളിക്കണം. സ്തോത്രം. അപ്പോൾ നവംബർ മാസത്തിൽ ചലനങ്ങൾ ആരംഭിക്കുക. ഒരു പുതിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി പ്രസവ വേദന ലഭിച്ചതുപോലെ ജനം ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. ഒരു മൂവ്മെന്റ്, ഒരു ചലനം. സ്തോത്രം. ദൈവം എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് ഹേമിച്ചു. അതിന് മധ്യത്തിൽ ഇവിടെയുള്ള ദൈവമക്കൾക്ക് അറിയാം, ഒരു സൈഡിൽ തീവ്രമായ ദൈവ സാന്നിധ്യത്തിന്റെ ദിവസങ്ങളായി സാധാരണ മീറ്റിംഗുകളിൽ പോലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനത്തെ തൊടുന്നു. അഭിഷേകത്തിന്റെ പകർച്ചകൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ദൈവസഭ വലിയ വേദനകൾ കൂടെയും വിഷമത്തിൽ കൂടെയും സ്തോത്രം ഹൃദയങ്ങൾ കീറി മുറിക്കുന്നത് പോലുള്ള ആ അവസ്ഥകളിൽ കൂടെ ഒക്കെ ദൈവസഭ പോകുവാൻ ഇടയായിത്തീർന്നു. ജനുവരി മാസം കഴിഞ്ഞു, വലിയ കൺഫ്യൂഷൻ വിഷയങ്ങളൊക്കെ ആയി. പക്ഷെ അതിന്റെ മധ്യത്തിലെല്ലാം ദൈവം സകലത്തെയും നന്നായി ചെയ്യുന്ന ദൈവത്തിന്റെ കരം കൂടെ ഇരുന്ന് ആടി ഉലയുന്ന ആ പെട്ടകത്തെ ദൈവം അതിനെ ഒന്ന് വീണ്ടും സ്ഥിരപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് ആയപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് എന്തൊക്കെയോ ചെയ്യുന്നു. ARCയുടെ സ്തോത്രം പ്രവർത്തനങ്ങൾ അത് ചൂടുപിടിക്കുന്നു. അപ്രൂവൽ അവിടുന്ന് ഇവിടുന്നൊക്കെ വർഷങ്ങളായി തടസ്സപ്പെട്ടത് സ്തോത്രം പെട്ടെന്ന് അതെല്ലാം അതിന്റെ കാര്യങ്ങളിലേക്ക്. ഏപ്രിൽ 7-ാം തീയതി ഒരു ഡേറ്റ് കർത്താവ് തന്നു. സ്തോത്രം. ARCക്ക് വേണ്ടി ആദ്യത്തെ വിത്ത് വിതയ്ക്കുക, ജനത്തെ വിളിക്കുക, ആഹ്വാനം ചെയ്യുക. ഈ ദൈവവേലയ്ക്ക് വേണ്ടി ആദ്യത്തെ വിത്ത് ഏപ്രിൽ 7-ാം തീയതി ആദ്യത്തെ വിത്ത് വിതയ്ക്കുവാൻ. സ്തോത്രം. അങ്ങനെയുള്ള ദൈവപ്രവർത്തികളെല്ലാം ഏപ്രിലിൽ ദൈവം വീണ്ടും ഒരു പുതിയ പ്രവൃത്തി ആരംഭിക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഈശാപ്രവാചന പുസ്തകം 43-19 വാക്യത്തിൽ പറയുന്നു, ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ദൈവം ഒരു പുതിയ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു. ഏപ്രിൽ മാസത്തിൽ തന്നെ ആദ്യത്തെ അലകൾ അടിച്ചു തുടങ്ങി. സ്തോത്രം. അതൊന്നും കൂടെ തീവ്രമാകട്ടെ, അത് കഴിഞ്ഞ് പ്രസ്താവിക്കാം എന്ന് വിചാരിച്ച് അവിടെയും ഇവിടെയും അല്പസ്വല്പമായൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് ദൈവസഭയുടെ മുമ്പിൽ എല്ലാ പ്രിയ മക്കളെ നിങ്ങളോട് നോക്കി പറയുന്നു, God has started something new in this place. അത് ഒരു വ്യക്തിയിൽ, ചില വ്യക്തികളിൽ, ചില ശുശ്രൂഷകന്മാരിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ദൈവപ്രവൃത്തിയല്ല. This is a new season of a corporate anointing. ഒരു പൊതു അഭിഷേകം, മഹത്വത്തിന്റെ അടുത്ത ഒരു നിലവാരം. വീണ്ടും ഒരു ദൈവപ്രവൃത്തി. ആദ്യത്തെ ഞായറാഴ്ച ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു പദമാണ്, നാം ചലനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരല്ല, ചലനങ്ങളെ സൃഷ്ടിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. We are called not just to wait for the moves of God, but we are called to create and birth the moves of God. Amen. കണ്ണുനീരിന്റെ താഴ്വരകളെ, ബാക്കയുടെ താഴ്വരകളെ സ്തോത്രം ജീവന്റെ ജലാശയങ്ങളാക്കി തീർക്കുവാൻ, കണ്ണുനീരിന്റെ താഴ്വരകളെ ബരാക്കയുടെ കുന്നുകളാക്കി തീർക്കുവാൻ, ശൂന്യതകളെ നിറവാക്കി തീർക്കുവാൻ, ഇല്ലായ്മയെ ദൈവത്തിന്റെ നിറവ് കൊണ്ട് നിറയ്ക്കുവാൻ നമ്മുടെ മേൽ ഒരു അനുഗ്രഹമാണ്. ഇന്ന് ഞാനങ്ങ് പ്രസ്താവിക്കുകയാണ്, ഇവിടെ നിന്ന് തീവ്രമായി ഒരു നദി ഒഴുകുന്നുണ്ട്. ഏപ്രിൽ മാസം തൊട്ട് അത് ഒഴുകി തുടങ്ങി. അത് വീണ്ടും തീവ്രമായി ശക്തമായി ഒഴുകി തുടങ്ങി.
അത് മെയ് മാസത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു. ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന്, നാം ആകുന്ന ദൈവാലയത്തിൽ നിന്ന്, ALFC സമയമായിരിക്കുന്ന ഈ ആലയത്തിൽ നിന്ന് ഒരു നദി ഒഴുകി തുടങ്ങി. അതൊരു മഹാനദിയായി സമുദ്രത്തിലേക്ക് വീഴുന്ന സമയങ്ങളാണിത്. അതുകൊണ്ട് ചെറിയ കാലങ്ങളുടെ സമയങ്ങൾ കഴിഞ്ഞു. God is causing us to arise for a kingdom exploits. ദൈവരാജ്യത്തിന്റെ എക്സ്പ്ലോയിറ്റുകൾക്ക് വേണ്ടി, for mass evangelism, for mass anointings, for mass healings and miracles and deliverances. ഇവിടെ നിന്ന് ഒഴുകുന്ന ഈ നദിയുടെ പ്രത്യേകത അതാണ്. ഹല്ലേലൂയ. എന്തോ ഇത് വലിയ സൗഖ്യത്തിന്റെ ഒരു ഉണർവായി ഞാൻ വിളിച്ചു പറയുകയാണ്. അത് വലിയ അത്ഭുതത്തിന്റെ ഒരു ഉണർവായി ഞാൻ തിരിച്ചറിയുന്നു. ഒരു നദി ഒഴുകുകയാണ്, കരകവിഞ്ഞ് സ്തോത്രം ഒഴുകുകയാണ്. ഹല്ലേലൂയ. അത് സൗഖ്യത്തിന്റെ നദിയായി, അത് അത്ഭുതത്തിന്റെ നദിയായി, അത് ദൈവ പ്രവർത്തികളുടെ നദിയായി, അത് കൂട്ട വിടുതലുകളുടെ നദിയായി, കൂട്ട അനുതാപങ്ങളുടെ നദിയായി, കൂട്ട മാനസാന്തരങ്ങളുടെ നദിയായി, കൂട്ടമായി ജനം രക്ഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ നദിയായി നമ്മുടെ സീസണുകൾ മാറി മരുഭൂമിയെ മലർവാടിയാക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ അഭിഷേകം ദൈവസഭയിൽ വ്യാപരിക്കുന്നു. നാം എവിടെ പോയാലും മരുഭൂമികളെ മലർവാടിയാക്കി തീർക്കുവാൻ, കണ്ണുനീരിന്റെ താഴ്വരകളെ പെരാക്കയുടെ കുന്നുകളാക്കി തീരുവാൻ, ശൂന്യ സ്ഥലങ്ങളെ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറയ്ക്കുവാൻ എന്റെ മേലൊരു അഭിഷേകം എന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് ചുറ്റി. Come on, there is an anointing. എന്റെ മേലൊരു അഭിഷേകം വ്യാപരിക്കുന്നു. എന്റെ മേലൊരു അഭിഷേകം എന്ന് വിളിച്ചു പറയാം. എന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം, ദൈവസഭയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. നരകത്തെ കൊള്ളയടിക്കുവാൻ, പൈശാചിക ഗേറ്റുകളെ പൊളിച്ചു കളയുവാൻ, അതെ പൈശാചിക ഗോപുരങ്ങൾ പൊട്ടട്ടെ, അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകത്തിന് ആരും വെളിപ്പെടട്ടെ. നിങ്ങളുടെ കൈയടിയിൽ കോട്ടകൾ തകരും, നിങ്ങളുടെ ആത്മ ബലവാന്മാർ കെട്ടും. ഒന്ന് തുറന്നു വിടാം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അഭിഷേകത്തെ തുറന്നു വിടാം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവനെ തുറന്നു വിടാം. ആ സൗഖ്യം തുറന്നു വിടാം. ഒരു വ്യക്തിയിൽ വ്യാപരിക്കുന്ന അഭിഷേകമല്ല, ഇത് ചിലരിൽ വ്യാപരിക്കുന്ന അഭിഷേകമല്ല, ഇത് കൂട്ട അഭിഷേകമാണ്. This is a call. ഒരു സഭ എഴുന്നേൽക്കുക, ഒരു സഭ ചൂടുപിടിക്കുക, ഒരു സഭ കത്തുക, ഒരു സഭ പരിശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെടുക. ഒരു സൈന്യം ശബ്ദം മുഴക്കുന്നത് പോലെ അന്യഭാഷകളിൽ. Come on, somebody roar. Somebody roar. Somebody roar. God has started doing something new. ദൈവം ഒരു പുതിയ കാര്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ തീവ്രത വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവ പ്രവർത്തികളുടെ ഒരു പ്രതലത്തിലേക്ക് കയറി നിൽക്കുകയാണ്. ഈ അന്തരീക്ഷത്തിൽ നിങ്ങൾ സൗഖ്യമാകും, മുഴകൾ അപ്രത്യക്ഷമാകും, നിങ്ങളുടെ ഡയബറ്റീസ് സൗഖ്യമാകും, നിങ്ങളുടെ അർത്തറൈറ്റിസ് മാറും, നിങ്ങളുടെ മനപ്പീഡ മാറും. ഹല്ലേലൂയ. മാനസിക രോഗങ്ങൾ, അതിന്റെ അന്യായ ബന്ധനങ്ങൾ, മന്ത്രവാദം ഇവിടെ നിൽക്കുകയില്ല. ആ വിചാര ശക്തികൾ അത് അഴിഞ്ഞു മാറും. ദൈവസഭയെ വീണ്ടും ഒന്ന് തട്ടി ഉണർത്തുകയാണ്. ദൈവം നമ്മുടെ മധ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളൊന്ന് എഴുന്നേൽക്കണമേ. എഴുന്നേറ്റ് പ്രകാശിക്കാനുള്ള സമയമാണ്. ഹല്ലേലൂയ. നമ്മുടെ സ്പീഡ് ഒന്ന് വർദ്ധിക്കട്ടെ. വ്യക്തിപരമായി, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ, ദൈവസഭയിൽ, നമ്മുടെ സെൽ ഗ്രൂപ്പുകളിൽ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലായിടത്തും ദൈവത്തിന്റെ സ്പീഡ് ഒന്ന് വെളിപ്പെടട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ലോകമെമ്പാടും ഇന്ന് പെന്തക്കോസ്ത് ദിനമായി, പെന്തക്കോസ്ത് ദിവസമായി ആഘോഷിക്കുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് പുനരുത്ഥാനത്തിന്റെ വലിയ ദൈവപ്രവൃത്തി ഈസ്റ്ററിന്റെ സൺഡേ കഴിഞ്ഞ ഏകദേശം 50ാമത്തെ ദിവസമാണ് പെന്റക്കോസ്റ്റ്, ഡേ ഓഫ് പെന്റക്കോസ്റ്റ്. ചരിത്രമനുസരിച്ച് സ്തോത്രം ഡേറ്റുകൾ സെറ്റ് ചെയ്തനുസരിച്ച് അത് ശരിയാകണമെന്നില്ല. എങ്കിലും ഇന്ന് ലോകമെമ്പാടും പെന്തക്കോസ്ത് മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ ഇറങ്ങി കാത്തിരുന്ന 120 പേർ പരിശുദ്ധാത്മാവിനാൽ, ആത്മാവിനാൽ നിറഞ്ഞ ഒരു ദിവസം. അവിടെയാണ് ദൈവസഭ പുറത്തു വരുവാൻ ഇടയായി തീർന്നത്. ചർച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു. So this is the day of Pentecost. Amen. എന്തോ പരിശുദ്ധാത്മാവ് ആ നിലവാരത്തിൽ ഒരു ദൂത് ദൈവസഭയ്ക്ക് പങ്കുവെക്കണം. നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്ന പുതു അഭിഷേകത്തെ ഒന്ന് തിരിച്ചറിയുവാൻ, ദൈവപ്രവൃത്തികളെ തിരിച്ചറിയുവാൻ, നമ്മെ വീണ്ടും പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. We are in the days of the Holy Spirit. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ദിനങ്ങളിൽ അല്ലെങ്കിൽ കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നു. അടിസ്ഥാനപരമായിട്ടുള്ള ദൈവത്തിന്റെ സത്യങ്ങളാണ്, സ്വന്തം ഫൗണ്ടേഷണൽ ട്രൂത്തുകളാണ്. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം, പിതാവായ ദൈവം, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എല്ലാവരും കൂടെ ചേർന്നാണ് എപ്പോഴും പ്രവർത്തിക്കുന്നതെങ്കിലും ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. സ്തോത്രം. യെസ്. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ട്. 26-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. In the beginning God created the heaven and the earth. ആദിയിൽ ദൈവം എന്നാണ് എഴുതിയിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ എലോഹീം എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ. നമ്മൾ തൃത്വത്തിൽ വിശ്വസിക്കുന്നു. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. സ്തോത്രം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. Hear, O Israel, the Lord our God is one Lord. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. അപ്പോൾ പിതൃ, പുത്ര, പരിശുദ്ധാത്മാവ് ത്രിത്വം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്.
അപ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ. എലോഹീം എബ്രായ ഭാഷയിൽ പറയുമ്പോൾ അത് ഒരു വ്യക്തിയല്ല, 3 വ്യക്തിത്വങ്ങൾ ചേർന്ന് ഗോഡ്സ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. അപ്പോൾ യഹോവയായ ദൈവം സൃഷ്ടിച്ചു, പരിശുദ്ധാത്മാവ് അതിന്മേൽ പരിവർത്തിച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, സകലവും ഈ വചനം മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. The word of God, ദൈവത്തിന്റെ വചനമായി ഭൂമിയിൽ ജഡമായി വന്ന യേശുവിനെ പറയുകയാണ്, ഹല്ലേലൂയ, that Jesus is God. അപ്പോൾ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് സകലത്തെയും സൃഷ്ടിക്കുമ്പോൾ ദൈവങ്ങൾ ഒരുമിച്ച് സൃഷ്ടിച്ചു. പിതാവുമുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴും come let us Amen. Hallelujah. The ministry of the Father, the ministry of the Son, and the ministry of the Holy Spirit. പിതാവിന്റെ ശുശ്രൂഷ, പുത്രനായ യേശുവിന്റെ ശുശ്രൂഷ, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ. 3 വ്യക്തിത്വങ്ങളാണ്, തൃത്വമാണ്, പക്ഷെ അവരൊന്നാണ്, ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, ഒന്നായിരിക്കുന്നു. 3 distinct persons with oneness. അപ്പോൾ പഴയ നിയമത്തിൽ യഹോവയായ ദൈവം, പിതാവാം ദൈവമാണ് വെളിപ്പെട്ടു വരുന്നത്. പുത്രനാം യേശുവും പരിശുദ്ധാത്മാവുണ്ട്, പക്ഷെ അവർ രണ്ടുപേരും ബാക്ക് സീറ്റുകളാണ്. പിതാവാം ദൈവം ആരാണെന്ന് പഴയ നിയമത്തിൽ പരിചയപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് സ്തോത്രം, കാലാകാലങ്ങളായി പ്രവചിച്ച പ്രവചനം മെസ്സിഹ വെളിപ്പെടും. 33 വർഷക്കാലം യേശു ഭൂമിയിൽ പുതിയ നിയമത്തിന്റെ ഒരു ആരംഭം കുറിച്ച്, പുതിയ നിയമത്തിന്റെ വക്താവായി, പുതിയ നിയമത്തിന്റെ മീഡിയേറ്ററായി യേശു വെളിപ്പെടുക. ജീസസ് ദ സൺ ഓഫ് ഗോഡ്. അപ്പോൾ യേശു മുന്നിൽ നിൽക്കുകയാണ്. These were the days of Jesus. അപ്പോൾ പഴയ നിയമത്തിൽ പിതാവ് വെളിപ്പെട്ടു നിന്നു, പുത്രനും പരിശുദ്ധാത്മാവുണ്ട്. പക്ഷേ പുതിയ നിയമം ആരംഭിക്കുമ്പോൾ യേശു മുന്നിൽ നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവും പിതാവും യേശുവിനോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ യേശു കാൽവരി ക്രൂശിൽ തന്റെ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞ് യേശു സ്വർഗ്ഗാരോഹണം ചെയ്ത് ഇപ്പോൾ യേശു എവിടെയാണ്? പിതാവിന്റെ വലത്ത് ഭാഗത്ത്, സ്വർഗീയ സ്ഥലങ്ങളിൽ, സ്വർഗാദി സ്വർഗങ്ങളിൽ പിതാവും പുത്രനും ഇരിക്കുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പകർന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നാം ജീവിക്കുന്ന ഈ ദിവസങ്ങൾ, these are the days of the ministry of the Holy Spirit. Hallelujah. പരിശുദ്ധാത്മാവിനോട് ആഴമായുള്ള ആ സഹിതം, an intimate deep friendship with the Holy Spirit. പിതാവിനെ നമുക്കറിയാം, പുത്രനായ യേശുവിനെ അറിയാം. കഴിഞ്ഞ 100 വർഷങ്ങളിൽ അസൂസയിൽ വെളിപ്പെട്ട, വെയിൽസിൽ വെളിപ്പെട്ട ഈ ഉണർവിലൂടെ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെക്കുറിച്ചും ദൈവസഭയിൽ വലിയ വെളിച്ചവും വെളിപ്പാടുകളും വന്നു. പെന്തക്കോസ്തിന്റെ അനുഭവങ്ങൾ, നഷ്ടപ്പെട്ട അനുഭവങ്ങളെ ദൈവസഭയ്ക്ക് മടക്കി തന്നു. ഹല്ലേലൂയ. എങ്കിലും പലപ്പോഴും പരിശുദ്ധാത്മാവ് ഏറ്റവും അവഗണിക്കപ്പെട്ട വ്യക്തിയായി, ഏറ്റവും അവഹേളിക്കപ്പെട്ട വ്യക്തിയായി, തിരസ്കരിക്കപ്പെട്ട വ്യക്തിയായി, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിത്വമാണ്, ഒരു വ്യക്തിയാണ്, ദൈവമാണ് എന്ന് പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ തിരിച്ചറിയാത്ത ഒരു അവസ്ഥ. പലപ്പോഴും പരിശുദ്ധാത്മാവിനെ കേവലം ശക്തിയായി, പവറായി, കേവലം അനുഭവമായി, എക്സ്പീരിയൻസ് ആയി, എൻകൗണ്ടറായി നാം പരിശുദ്ധാത്മാവിനെ കാണുന്നു, ചിന്തിക്കുന്നു, പരിശുദ്ധാത്മാവിനോട് ഇടപെടുന്നു. പക്ഷേ ഈ അന്ത്യകാലങ്ങളിൽ പരിശുദ്ധാത്മാവായിരിക്കുന്ന പോലെ തൃത്വത്തിൽ മൂന്നാമനായി പിതാവിനോടും പുത്രനോടും സമനായിരിക്കുന്ന, the one who is co-equal, co-existent, co-eternal, പിതാവിനോടും പുത്രനോടും സമമായിരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തെ നാം കാണുകയും, നാം മാനിക്കുകയും, നാം തിരിച്ചറിയുകയും, അവന്റെ ആളത്വം, വ്യക്തിത്വത്തെ നാം മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് സകലതും ഏൽപ്പിച്ചിരിക്കുക. The Father and the Son have entrusted and delegated everything to the Holy Spirit. നമ്മളൊന്നും തിരിച്ചറിയണം, വെളിപ്പാടുകൾ, ഈ വെളിച്ചം നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയ. ഇന്ന് ഭൂമിയിൽ ശുശ്രൂഷിക്കുന്ന ആരാണ്? ഇന്ന് ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആരാണ്? തൃത്വത്തിൽ ആരാണ്? പരിശുദ്ധാത്മാവ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 33-ാമത്തെ വാക്യം. ആദ്യമായി പരിശുദ്ധാത്മാവ് പകരപ്പെട്ടപ്പോൾ 120 പേർ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഉണർവ് മീറ്റിംഗിൽ തന്നെ ജനം രണ്ടായി വിഭജിച്ചു. അത് വിശ്വസിച്ചവർ, വിമർശിച്ചവർ, അതിനെ സ്വീകരിച്ചവർ, അതിനെ എതിർത്തവർ, അതിനെ ചേർത്ത് പിടിച്ചവർ, അതിനെ നിരാകരിച്ചവർ. അതിന്റെ മധ്യത്തിലാണ് അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ പകരപ്പെട്ടിരിക്കുന്ന ഈ ആത്മപകർച്ച, ഈ പരിശുദ്ധാത്മാവിന്റെ ഈ അനുഭവം, എക്സ്പീരിയൻസ്, സ്തോത്രം, കാലാകാലങ്ങളായി പ്രവാചകൻ യോയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്ന അന്ത്യ നാളുകളിൽ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്നുള്ള ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ ആ സ്റ്റേജ് സെറ്റായി പരിശുദ്ധാത്മാവിനെ കാര്യങ്ങൾ കൈമാറിയിരിക്കുന്നു. ആ ട്രാൻസിഷൻ നടന്നു. യേശു തന്റെ 33 വർഷത്തിന്റെ ആ മിനിസ്ട്രി തീർത്ത് പിതാവിന്റെ അടുക്കൽ പോയി തന്റെ രക്തത്തിന്റെ ആ വില കൊടുത്ത് പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് ആ കാര്യം കൈമാറിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്നത്. 33-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവൻ ദൈവത്തിന്റെ വലത് ഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഈ പ്രവൃത്തി, അവൻ തീയായി, കാറ്റായി വന്നത്, പിളർന്ന നാവായി, അന്യഭാഷകളിൽ സംസാരിക്കുന്നത്, വീഞ്ഞു കുടിച്ച് ഭക്തരായിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ ഈ അനുഭവങ്ങൾ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നത് പകർന്നു തന്നു. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശു എന്ത് ചെയ്തു? കാൽവരി ക്രൂശിൽ തന്റെ പ്രവൃത്തി പൂർത്തിയാക്കി പിതാവിന്റെ അടുക്കലേക്ക് തന്റെ രക്തം കൊണ്ടുപോയി. അപ്പാ, മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ സകലത്തെ നിവർത്തിച്ചു. നിത്യ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ, മനുഷ്യരുടെ പാപം ക്ഷമിച്ചു കിട്ടുവാൻ, മനുഷ്യകുലത്തെ
ഉദ്ധരിക്കുവാൻ, ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുവാൻ ഞാൻ സകലതും നിവർത്തിച്ചു. അത് മാത്രമല്ല, വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് പകരമായി മനുഷ്യ ശരീരങ്ങളിൽ വസിപ്പിക്കുമാറാക്കുവാൻ, ഈ ഭൂമിയിൽ പരിവർത്തിക്കുവാൻ, ഒരു ലിമിറ്റേഷൻ, ഒരു പരിമിതി ഇല്ലാതെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ, പരിശുദ്ധാത്മാവിന് കർത്തൃത്വം എടുക്കുവാൻ, പരിശുദ്ധാത്മാവിനെ പകരുവാൻ അപ്പാ എന്റെ യാഗത്തിന്റെ വിലയായ രക്തത്തെ ഞാൻ സമർപ്പിക്കുക. അങ്ങനെ എന്ത് ചെയ്തു? പെന്തക്കോസ്ത് ദിവസം എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി വന്ന് യേശു പറഞ്ഞ ആ വാക്ക് കേട്ടവർ കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് പകരപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ ആരംഭിച്ചു. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ സഭ ഉളവാകുവാൻ ഇടയായിത്തീർന്നു. The church was born in the Holy Spirit. സഭ ജനിച്ചത് പരിശുദ്ധാത്മാവിലാണ്. ആത്മനിറവോടാണ് സഭ ജനിച്ചത്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളെങ്കിലും എല്ലാ അധ്യായത്തിലും പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ കാണും. The Holy Spirit is the leader. പരിശുദ്ധാത്മാവാണ് സകലത്തെ നിയന്ത്രിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം അപ്പോസ്തലന്മാർ കേൾക്കും. പരിശുദ്ധാത്മാവ് അത് പറഞ്ഞാൽ അങ്ങനെ തന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് ഫിലിപ്പോസിനോട് പറഞ്ഞു, തേരിനോട് കൂടെ ചേർന്ന് ഓടുവാൻ പറഞ്ഞാൽ പിന്നെ ഗാസയിലോട്ട് പോകും. ഹല്ലേലൂയ. സമാരിയയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഫിലിപ്പോസ് ദൂതന്റെ ശബ്ദം കേട്ട് പരിചയിച്ചവനാണ്. ഗാസയിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒരു ഷണ്ണൻ പോകുന്നു, ആ രഥത്തോട് നീ ചേർന്ന് നടക്കുക. അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായത്തിൽ അന്ത്യോക്യ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഉപസിക്കുകയാണ്, ആരാധിക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ബർന്നബാസിനെയും ശൗലിനെയും എന്റെ വേലയ്ക്കായി വേർതിരിക്കുക. അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായം 2-ാമത്തെ വാക്യം നോക്കി, പരിശുദ്ധാത്മാവ് the leader, ദൈവസഭയെ നയിക്കുകയാണ്. The Holy Spirit is leading and guiding. അപ്പോസ്തലന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, ശുശ്രൂഷകന്മാരുണ്ട്, പക്ഷേ the Holy Spirit is the leader. പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെയാണ് സകലതും. ഒരു കൗൺസിൽ കൂടി, കമ്മിറ്റി കൂടി, ആലോചനകൾ ചേർന്നല്ല ആരെവിടെ പോകണം, ആരെന്ത് ചെയ്യണം, ആരെങ്ങനെ ചെയ്യണം, ഹല്ലേലൂയ, എവിടെ ശുശ്രൂഷിക്കണം, എന്ത് കൊടുക്കണം, എന്ത് ചെയ്യണം. അതുകൊണ്ടാണ് മേശമേൽ ശുശ്രൂഷിക്കുന്നവരെ പോലും പരിശുദ്ധാത്മ നിറവുള്ളവർ, ദൈവകൃപയുള്ളവർ, പരിജ്ഞാനമുള്ളവർ, വിശ്വാസത്തിൽ പക്വത പ്രാപിച്ചവർ, അല്ലെ, നല്ല റിപ്പോർട്ടുള്ള, നല്ല സാക്ഷ്യമുള്ളവർ. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഒഴുകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ അറിയണം, ആ വാക്കിൽ അനുസരിക്കുവാൻ പഠിക്കണം, അവനോട് വളരെ സെൻസിറ്റീവ് ആയിരിക്കണം, ആ ശബ്ദം കേട്ട് പരിചയിക്കണം. ആമേൻ. അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായം 2-ാം വാക്യം. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞു. ആരുടെ ശബ്ദമാണ്? പരിശുദ്ധാത്മാവിന്. പിതാവാം ദൈവത്തിന്റെ ശബ്ദം, യേശുവിന്റെ ശബ്ദമല്ല. ഇപ്പോൾ പരിശുദ്ധാത്മാവിനാണ് സകലതും പിതാവും പുത്രനും ഏൽപ്പിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് പിതാവ് വെളിപ്പെടും. എന്റെ അനുഭവം ഞാൻ ഓർക്കുകയാണ്. തൂങ്ങി ചാകണമെന്ന് ചിന്തിച്ച് സ്തോത്രം ജീവിക്കണ്ട എന്ന് പറഞ്ഞ് മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി പ്ലാനുകൾ എടുക്കുമ്പോൾ എന്റെ സഹായിയായി ഞാൻ പോലും അറിയാത്ത പരിശുദ്ധാത്മാവിന്റെ ശബ്ദം എന്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രോംപ്റ്റിംഗ് ഉണ്ടാകുക. എന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം വരിക, അജയ് അജയ്. ഇന്ന് ഞാൻ അത് തിരിച്ചറിയുന്നു, അത് പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണെന്ന്. അത് പരിശുദ്ധാത്മാവിന്റെ പ്രോംപ്റ്റിംഗ് ആണ് എന്നെ പിതാവിലേക്ക് അടുപ്പിച്ചത്. എന്റെ ആദ്യത്തെ എൻകൗണ്ടർ, സ്വർഗം തുറന്ന് എന്റെ മേൽ ദൈവസ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തിയത്. ഡി.എൽ. മൂഡിയുടെ അനുഭവങ്ങളിൽ, ഫിന്നിയുടെ അനുഭവങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവമാണത്വമായി ഇറങ്ങിയതുപോലെ എന്റെ ആദ്യത്തെ എൻകൗണ്ടറിൽ ദൈവസ്നേഹത്തിന്റെ, അപ്പന്റെ സ്നേഹത്തിന്റെ ആഴം മുറപ്പെട്ട, വേദനിച്ച, മരിക്കണമെന്ന് ചിന്തിച്ച ആ ഹൃദയത്തിലേക്ക് പിതാവാം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ എൻകൗണ്ടറാണ് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ എൻകൗണ്ടർ. പക്ഷെ അതിനുവേണ്ടി വഴിയൊരുക്കിയത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, അജയ് നീ ഇങ്ങനെ പറ, നിനക്ക് ജീവിക്കണമെന്നില്ല, പക്ഷെ നീ പറ, ദൈവത്തിന് വേണ്ടി, God, if you have a purpose for me, I want to live for that. അങ്ങേക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ജീവിക്കുവാൻ അജയ് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ തന്ന ആ വാക്ക് പറഞ്ഞതും സ്വർഗം തുറന്നു എന്റെ മേൽ. പരിശുദ്ധാത്മാവ്. ആമേൻ, ഹല്ലേലൂയ. പുഷ്പരി മെഡിക്കൽ കോളേജിൽ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്തുകൊണ്ടിരുന്ന സ്തോത്രം, അവിടെ നിന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവിടെ അസോസിയേറ്റ് ആകാം, അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആകാം, ഒരു യൂണിറ്റ് ഹോൾഡ് ചെയ്യാം. അതിന്റെ മധ്യത്തിൽ സ്തോത്രം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുക, അജയ് സമയമായി, ഇറ്റ്സ് ടൈം മാൻ, കം, ദ ലോർഡ് നീഡ്സ് യു. അന്ന് ബ്രദർ അജിത്താണ്, അന്ന് പാസ്റ്റർ അല്ല, ശുശ്രൂഷകളില്ല, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം. ഹല്ലേലൂയ. സമയമായി. നിന്റെ ദൈവവേലയ്ക്ക് വേണ്ടി നിന്നോട് നിന്റെ 16-ാമത്തെ വയസ്സിൽ ഇടപെട്ട ശബ്ദത്തിന്റെ ഒരു നിവൃത്തിയായിരിക്കുന്നു. ആ സമയമായി നിന്റെ ജോലി അവിടെ വെച്ച് നീ ഇറങ്ങി പുറത്ത്. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം. അതൊരു പ്രവാചകനിലൂടെ അല്ല ഞാൻ കേട്ടത്. The voice of the Holy Spirit. അപ്പോൾ അന്ത്യോക്യ സഭയിൽ 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്. എന്താണ് പരിശുദ്ധാത്മാവ് പറയുന്നത്? ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ. ഞാൻ അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിക്കുക. അപ്പനും പുത്രനും എന്നെ സകലതും പരിമേൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അറിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനോട് ഒരു അടുപ്പം വന്നാൽ, പരിശുദ്ധാത്മാവ് തീവ്രമായി ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. തന്റെ സഭകളിൽ പ്രവർത്തിക്കുക, തന്റെ മണവാട്ടി സഭയെ പുത്രന് വേണ്ടി ഒരുക്കിയെടുക്കുക, ഒരു നല്ല എലിയാസറായി പരിവർത്തിക്കുകയാണ്. നോക്കുകയാണ്, എന്റെ വേവ് ലെങ്ത്തിൽ ആരെ കിട്ടും, ആരാണ് എന്റെ ശബ്ദം കേൾക്കുന്നത്, ആരാണ് എന്റെ ശബ്ദത്തിനനുസരിച്ച് ഇവിടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എന്നോടുണ്ടായിരിക്കുന്ന ആ സ്നേഹബന്ധത്തിലേക്കും കൂട്ടായ്മയിലേക്കും ആഴമായ സാഹിത്യത്തിലേക്കും പരിശുദ്ധാത്മാവ്. എന്താ സംഭവിച്ചത്? പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ രണ്ട് പ്രിയപ്പെട്ടവരും അന്ത്യോക്യ സഭയിൽ നിന്ന് എഴുന്നേറ്റു, അവരുടെ മിഷണറി യാത്രകൾ ആരംഭിച്ചു. അവർ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് പിന്നെ യാത്രകൾ ആരംഭിക്കുക. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം 14-ാമത്തെ വാക്യം എടുത്ത് വായിക്കാം. അവർ പട്ടണം തോറും ചെന്ന് യെരൂശലേമിലെ അപ്പോസ്തലന്മാരും
മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് ആറാമത്തെ വാക്യം. യെസ്. അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന പരിശുദ്ധാത്മാവ് വിലക്കിയാൽ. പ്രസംഗിക്കരുത് അല്ലേ? പരിശുദ്ധാത്മാവാണ് ലീഡ് ചെയ്യുന്നത്. എവിടെ പ്രസംഗിക്കണം, എവിടെ പ്രസംഗിക്കരുത്, എവിടെ പോകണം, എവിടെ പോകരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. പരിശുദ്ധാത്മാവ് കേവലം ഒരു അനുഭവമല്ല, ശക്തിയല്ല. പരിശുദ്ധാത്മാവ് പ്രാവായി, തീയായി, കാറ്റായി, മഞ്ഞായി, മഴയായി, പുകയായി, വേഗമായി പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ നിലവാരത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ അത് കാണിക്കുന്നുവെങ്കിലും പരിശുദ്ധാത്മാവ് തീയല്ല, പരിശുദ്ധാത്മാവ് പ്രാവല്ല, പരിശുദ്ധാത്മാവ് കാറ്റല്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിത്വമാണ്. The Holy Spirit is a person. He is God. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പിതാവാം ദൈവത്തെ പോലെ, പുത്രനാം യേശുവിനെ പോലെ അത്രമാത്രം മാനിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ്. ഈ അന്ത്യനാളുകളിൽ പരിശുദ്ധാത്മാവിനെ നാം ഒന്ന് തിരിച്ചറിയണം. ഇന്ന് കണ്ണുകൾക്ക് മുമ്പിൽ തൃത്വത്തിൽ പരിശുദ്ധാത്മാവാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവസഭയിലും ദൈവസഭകളിലൊക്കെ പരിശുദ്ധാത്മാവ് അവഗണിക്കപ്പെടുകയാണ്. ഒരു ശക്തിയായി ഫയർ 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 നല്ലതാണ്. But he is a person. Welcome Holy Spirit. Welcome. പരിശുദ്ധാത്മാവിനെ ഒന്ന് മാനിക്കുവാൻ, ഒന്ന് സ്നേഹിക്കുവാൻ, ഒന്ന് ആദരിക്കുവാൻ, ദൈവമായി ഒന്ന് തിരിച്ചറിയുവാൻ, ആ ശബ്ദത്തിന് വേണ്ടി ഒന്ന് ചെവി കൊടുക്കുവാൻ ഹോളി സ്പിരിറ്റ് ആ കർത്തൃത്വം നാം ഒന്ന് കൊടുക്കുമോ? നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ റീസണിങ്ങിനും നമ്മുടെ കാൽക്കുലേഷനും ഒക്കെ അപ്പുറമായി പ്രവർത്തിക്കുവാൻ കഴിയുന്നതാ പരിശുദ്ധാത്മാവ്. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ചലിക്കുന്നത്. നമ്മൾ കണക്ക് കൂട്ടി നമ്മുടെ ബുദ്ധി പ്രകാരം അല്ല പരിശുദ്ധാത്മാവ്. ഇല്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം വാക്യം. അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുക? വിലക്കുക. Forbidden of the Holy Spirit. പരിശുദ്ധാത്മാവ് വിലക്കുകയാണ്. പോകരുത്, ഏഷ്യയിൽ വേണ്ട. ഫ്രൂഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ച് മൂസ്യയിലെത്തി. വേണ്ട, അവിടെ വേണ്ട. അപ്പോസ്തലന്മാർ ശരി, അടുത്ത പട്ടണത്തിലേക്ക് പോയേക്കാം. അവിടെ പോയി മിസ്യ വരെ എത്തി. അവിടെ പ്രവർത്തിക്കാമെന്ന് ഒന്ന് സ്റ്റെപ്പ് എടുക്കുമ്പോൾ അവിടെയും ബിഥുന്യക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. യേശുവിന്റെ ആത്മാവ്, the Spirit of God, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? സമ്മതിച്ചില്ല. The most important person in the church is the Holy Spirit. Hallelujah. The most important person on earth. ഇന്ന് ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? ആ കലമെടുത്ത് പറയാം, പരിശുദ്ധാത്മാവ്. അപ്പോൾ മിസ്യയിലും വിലക്കുകയാണ്. പിന്നെ എന്ത് സംഭവിക്കുന്നു? അവർ മൂസ്യ കടന്ന് ത്രോവസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നു. നീ മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ജീസസ്, ഹല്ലേലൂയ. പൗലോസ് ദർശനം കാണുകയാണ്. സ്തോത്രം. അപ്പോൾ എന്ത് ചെയ്തു? ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ മക്കദോന്യക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. ഒരു ദർശനം അത്ര മതിയായിരുന്നു ഒരു വലിയ ചലനം ആരംഭിക്കുവാൻ. ഏഷ്യ ഭൂഖണ്ഡത്തിൽ നിന്ന് യൂറോപ്പിലേക്ക് പോയി ശുശ്രൂഷകൾ ആരംഭിക്കുവാൻ, അപ്പോസ്തലിക ദൗത്യം നിർവഹിക്കുവാൻ. ഒറ്റ ദർശനം, പരിശുദ്ധാത്മാവിന്റെ ഒറ്റ ശബ്ദം. എത്ര കൺഫർമേഷൻ വേണം, എത്ര ആലോചനകൾ വേണം, എത്ര പേര് തലയിൽ വന്ന് കൈവച്ച് പറയണം. Holy Spirit is the leader. പരിശുദ്ധാത്മാവ് കർത്താവാണ്, കർത്തൃത്വം ചെയ്യുന്നു. ആ കർത്തൃത്വത്തിന് നാം ഒന്ന് കീഴ്പ്പെട്ടാൽ, നാം വിധേയപ്പെട്ടാൽ നമുക്ക് പരിശുദ്ധാത്മാവിനോട് കൂടെ ചലിക്കുവാൻ കഴിയും. പൗലോസ് ഇറങ്ങിത്തിരിക്കുകയാണ്, മക്കദോനിയയിൽ ഇറങ്ങിത്തിരിക്കുകയാണ്. യൂറോപ്പിൽ ദൈവസഭകളെ സ്ഥാപിക്കുവാൻ ഇടയായിത്തീർന്നു. പത്രോസ് അപ്പോസ്തലന് യോപ്പയിൽ താമസിക്കുകയാണ്. ജാതികളോട് സുവിശേഷം പറയുവാൻ പത്രോസ് അപ്പോസ്തലന് വിമുഖതയാണ്. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ജാതികൾക്കും സുവിശേഷം ഘോഷണം ചെയ്യണമോ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ചു നിൽക്കുകയാണ്. പക്ഷെ അതിന്റെ മധ്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പത്രോസിനോട് ദൈവം ഇടപെട്ട് ഒരു ദർശനം കൊടുക്കുക. സ്വർഗം തുറന്ന് തുപ്പട്ടിയിൽ സ്തോത്രം 4 കാലികൾ നിറഞ്ഞു നിൽക്കുന്നു. ഒരു ശബ്ദം കേൾക്കുന്നു, നീ എഴുന്നേറ്റ് നീ എന്ത് ചെയ്യുക? അതിനെ കഴിക്കുക. അപ്പോൾ പത്രോസ് പറയും, അയ്യോ ഇത് അശുദ്ധമാണ്, അശുദ്ധമാണ്. ഈ 4 കാലികളെ ഒന്നും കഴിക്കാൻ പഴയ നിയമത്തിൽ ന്യായപ്രമാണം അനുസരിച്ച് അതൊന്നും പാടില്ല. പക്ഷെ ദൈവം ദർശനത്തിലൂടെ ഇടപെടുക. വീണ്ടും ആ ദർശനം 3 പ്രാവശ്യം ആവർത്തിക്കുന്നു. നീ എഴുന്നേറ്റ് അതിനെ കഴിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. 17-ാമത്തെ വാക്യം. യെസ്. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശിമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിൽക്കൽ നിന്നു. ദൈവത്തിന്റെ എൻകൗണ്ടർ കണ്ടില്ലേ? പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് കാര്യങ്ങളെ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ? അവിടെ കൊർന്നല്യോസിനോട് ദൈവം ഇടപെടുന്നു, പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഇവിടെ പത്രോസിനോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പത്രോസ് ഈ ദർശനം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് എന്ന മറുപേരുള്ള ശിമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് അവർ വിളിച്ചു ചോദിച്ചു. പത്രോസ് ദർശനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോക എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഒരു വേദി ഒരുക്കിയിരിക്കുക. അവരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ, യേശുവിലേക്ക് കൊണ്ടുവരുവാൻ നീ പോക. The Holy Spirit is the most important person in the church. He is the administrator. പരിശുദ്ധാത്മാവാണ് സകലത്തെയും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്, സകലത്തെയും നിയന്ത്രിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് സകലത്തെയും തീരുമാനിക്കുന്നത്. നമ്മുടെ ജീവിതം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ആ ശബ്ദം കേൾക്കുവാൻ നാം ഒന്ന് സമർപ്പിക്കുമോ? നാം അനുസരണമുള്ള ഹൃദയമുള്ളവരായി തീരുമോ? നാം പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുമോ? Will we recognize the Holy Spirit?
2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭാ മക്കൾക്ക് ലേഖനങ്ങളൊക്കെ എഴുതി അതിന്റെ അവസാനത്തെ ഒരു ഭാഗമാണ്, വാക്യമാണ്. നമ്മൾ സാധാരണ ആശീർവാദം പറയുമ്പോൾ, ബെനഡിക്ഷൻ പറയുമ്പോൾ ഉപയോഗിക്കുന്ന സാധാരണ വാക്കുകളാണ്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയിൻ കീഴിൽ ആ ഒരു അനുഗ്രഹമാണ് നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നത്. The grace of the Lord Jesus Christ, the love of God and the communion of the Holy Ghost be with you all. Hallelujah. യേശു കർത്താവിന്റെ കൃപ, the grace, 2000 വർഷങ്ങൾക്ക് മുമ്പേ കൽവറിയിൽ നമുക്ക് വേണ്ടി കർത്താവ് യാഗമായി തീർന്നു. നമുക്ക് വേണ്ടി ആ കരുണ, ആ കൃപ ചൊരിഞ്ഞു. ഹല്ലേലൂയ. സ്നേഹം, പിതാവ് നമ്മെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് പിതാവ് പദ്ധതികൾ രൂപീകരിച്ചു, പുത്രനെ അയച്ചു. The love of the Father. ആ കാര്യം ഉയർത്തി പറയാം. പിതാവിന്റെ സ്നേഹം, പുത്രനാം ദൈവം, യേശുവിന്റെ കൃപ. പിന്നെ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? The communion of the Holy Ghost. പരിശുദ്ധാത്മാവല്ലേ ലീഡർ? പരിശുദ്ധാത്മാവല്ലേ നമുക്ക് കാണുവാൻ ഇവമാക്കി വെച്ചിരിക്കുന്ന ഇവിടെ? പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ. The communion with the Holy Spirit. Hallelujah. Message Bible കിടക്കുന്ന the amazing grace of the Master Jesus Christ, the extravagant love of God, the intimate friendship of the Holy Spirit. Communion എന്ന് പറയുമ്പോൾ, കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിന്റെ ആഴമായ ഒരു അർത്ഥം, the intimate friendship with the Holy Spirit. ഈ ദിവസങ്ങളിൽ ദൈവസഭയെ, ദൈവമക്കളെ, ദൈവം നമ്മുടെ മധ്യത്തിൽ പുതിയ ഒരു കാര്യം ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നദികൾ നമ്മുടെ മധ്യത്തിലൂടെ ഒഴുകുമ്പോൾ, പരിശുദ്ധാത്മാവിനെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനോടുള്ള ആഴമായ ആ സ്നേഹബന്ധത്തിലേക്ക്, ആ സുഹൃത്ത് ബന്ധത്തിലേക്ക്, ആ കൂട്ടായ്മയിലേക്ക്, ആ ഇന്റിമേറ്റ് ഫെലോഷിപ്പിലേക്ക് വിളിക്കുകയാണ്. The Holy Spirit of God is calling us corporately. വ്യക്തിപരമായിട്ട് മാത്രമല്ല, നമ്മെ ദൈവസഭയായി പരിശുദ്ധാത്മാവിനോടുണ്ടായിരിക്കുന്ന ആ ഇന്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പിലേക്ക്. I'm a friend of God എന്ന് നമ്മൾ പറയും. I'm a friend of the Holy Spirit. പരിശുദ്ധാത്മാവുമായ an intimate fellowship, an intimate friendship. പരിശുദ്ധാത്മാവിന്റെ ഒരു കൂട്ടുകാരനായി ആ കൂട്ടായ്മ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു, നമ്മോട് കൂടെ ഇരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആ വ്യക്തിത്വത്തെ നാം തിരിച്ചറിയുന്നു. Do we recognize the Holy Spirit? Do we acknowledge the Holy Spirit? Do we adore the Holy Spirit? Do we love the Holy Spirit? Do we recognize His presence? Holy Spirit, we love you. We love you. We want to enter into that deep friendship, an intimate fellowship with the Holy Spirit. പരിശുദ്ധാത്മാവുമായി ആഴമായ ആ കൂട്ടായ്മയിലേക്ക്, ആ സ്നേഹബന്ധത്തിലേക്ക്, ആ സുഹൃത്ത് ബന്ധത്തിലേക്ക് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ ഒന്ന് തിരിച്ചറിയണമേ. പാർട്ട്ണർഷിപ്പ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞ വാക്ക് ഗ്രീക്ക് പദത്തിൽ കൊയിനോനിയ. അത് പിതാവിനോട് കൂട്ടായ്മയുണ്ട്, പുത്രനായ യേശുവിനോട് കൂട്ടായ്മയുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ. പരിശുദ്ധാത്മാവിനോടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിനെ അറിയുവാൻ കഴിയുകയുള്ളൂ, യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ, യേശുവിന്റെ വചനവും വാക്കുകളും വെളിച്ചവും വെളിപ്പാടുകളും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ പിതാവിലേക്ക് നമുക്ക് പ്രവേശനമുള്ളൂ, പിതാവിനെ അറിയുവാൻ കഴിയുകയുള്ളൂ. So we need the Holy Spirit of God to know Jesus and the Father. Without the Holy Spirit, we cannot know Jesus and the Father. He is like a mediator. Koinonia, അർത്ഥമാണ് fellowship, intimate friendship, partnership, participation, a sharing together, and union, a communication, a becoming, an experience of becoming one. Communion എന്ന് പറയുമ്പോൾ ഒരു വാക്ക് അല്ല, അതിനൊരു ആഴമുണ്ട്. കൂട്ടായ്മ, intimate friendship. Are you intimately in friendship with the Holy Spirit? പരിശുദ്ധാത്മാവിനോട് അത്ര ആഴമായ ഒരു സ്നേഹ ബന്ധമുണ്ടോ? അത്ര ആഴമായ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടോ? ഒരു ഷെയറിംഗ് ഉണ്ടോ? അത്രമാത്രം ഐക്യതയാണോ? അവിടെ ഒരു സംസാരമുണ്ടോ? ഇന്ന് ഭൂമിയിലെ ഏറ്റവും വലിയ ബന്ധം എന്താണ്? ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള. അവർ ഒരുമിച്ച് താമസിക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു, ഒരു കട്ടിലേക്ക് കിടക്കുന്നു. പക്ഷേ ഒരു ഭവനത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നു, ഒരുമിച്ച് കിടക്കുന്നു എന്നതുകൊണ്ട് ആഴമായ കമ്മ്യൂണിയൻ ഉണ്ടാകണമെന്നില്ല. കമ്മ്യൂണിയൻ means it's an intimate knowing of one another. It's a deep friendship. It's a partnership. Communion is a deep exchange of hearts. ഹൃദയങ്ങൾ ആഴമായി പങ്കുവെക്കുന്നതാണ്. Hallelujah. How can you grow in your deep friendship with the Holy Spirit? നമ്മൾ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുവാൻ സംസാരിക്കുമ്പോൾ, when you spend time with the Holy Spirit and you share your heart with the Holy Spirit. നമുക്കൊരു വ്യക്തിയോട് എങ്ങനെയാ കൂട്ടാകാൻ പറ്റുന്നത്? ഒന്ന് കണ്ട് ഹായ് ബൈ, അത് ഒരു ലെവലിലുള്ള ബന്ധം. പക്ഷെ ഒരു വ്യക്തിയോട് കൊയിനോനിയ വേണമെങ്കിൽ it's a deep friendship. പരിശുദ്ധാത്മാവിനോട് നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകാം, അഭിഷേകം നമ്മളിലൂടെ ഒഴുകുന്നുണ്ടായിരിക്കാം. But that doesn't ensure that you have a friendship with the Holy Spirit. But the Holy Spirit of God is Lord of your life. എന്തോ പരിശുദ്ധാത്മാവ് നമ്മെ പരിശുദ്ധാത്മാവിലേക്ക് വിളിക്കും. എത്ര പേരെന്ന് പറയും, കർത്താവ് ഞാൻ അങ്ങനെ ശബ്ദം കേൾക്കുന്നു. പരിശുദ്ധാത്മാവിനെ എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല, ഒരു അനുഭവമായിട്ടല്ല, ഒരു എക്സ്പീരിയൻസ് ആയിട്ടല്ല, ഒരു എൻകൗണ്ടർ ആയിട്ടല്ല. No, the Holy Spirit is a person. നമ്മളൊന്ന് സ്നേഹിക്കാൻ തുടങ്ങിയാൽ, നമ്മളൊന്ന് സമയം കൊടുക്കാൻ തുടങ്ങിയാൽ, നമ്മളൊന്ന് കാത്തിരിക്കാൻ തുടങ്ങിയാൽ, ആ ശബ്ദം കേൾക്കുവാൻ ആ ഹൃദയം ഒന്ന് തുറന്നാൽ, പരിശുദ്ധാത്മാവേ എനിക്ക് അങ്ങയോട് ഒത്തിരി സ്നേഹമാണ്. പരിശുദ്ധാത്മാവേ എന്നെ പഠിപ്പിക്കണമേ, എന്നെ നയിക്കണമേ, എന്നെ ഗൈഡ് ചെയ്യണമേ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-16 വാക്യങ്ങൾ. കർത്താവ് തന്റെ ഭൂമിയിലുള്ള പ്രവൃത്തികളെല്ലാം ചെയ്തു തീർത്ത് താൻ പിതാവിലേക്ക് പോവുകയാണ്, ക്രൂശിലേക്ക് അടുക്കുകയാണ്. അപ്പൊ ശിഷ്യന്മാർക്ക് ഭയങ്കര വിഷമം. 3.5 കാലം ശിഷ്യന്മാരോട് കൂടെ നടന്ന, ശിഷ്യന്മാർക്ക് തൊട്ട് കണ്ട് അനുഭവിച്ച് സ്പർശിച്ച് അനുഭവിക്കാൻ കഴിയുന്ന യേശു പോവല്ലേ? അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി. യേശു ഞങ്ങളെ വിട്ടിട്ട് പോവുക. യേശു പറയാ, പോകണം, ക്രൂശിൽ മരിക്കണം, അതുകൊണ്ട് അവസാനിക്കില്ല, 3-ാം ദിവസം ഞാൻ ഉയർത്തെണീക്കും, ഞാൻ പിതാവിലേക്ക് പോകും.
പക്ഷെ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. 3.5 വർഷക്കാലം ഞാൻ നിങ്ങളോട് കൂടെയിരുന്നു. നിങ്ങൾക്ക് എന്നെ കാണാം, എന്നെ സ്പർശിക്കാം, എന്റെ അടുക്കൽ വരാം, എന്റെ കൂട്ടായ്മ അനുഭവിക്കാം, എന്റെ ഫ്രണ്ട്ഷിപ്പ് അനുഭവിക്കാം. അങ്ങനെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു കാര്യസ്ഥനെ അയക്കും. ആ ഭാഗം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 15-16 വാക്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. സ്തോത്രം. ഹല്ലേലൂയ. യേശു പറയുക, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കും. He shall give you another comforter. നിങ്ങളോട് എപ്പോഴും നിത്യമായി എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് തരും. Another comforter. Allos. Another എന്ന് പറഞ്ഞ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദമാണ് allos. Comforter, helper, parakletos. A divine helper. Allos, parakletos എന്ന് പറഞ്ഞാൽ എന്നെ പോലെ തന്നെ, ഒട്ടും വ്യത്യാസമില്ല, എന്നെ പോലെ തന്നെ. ഞാൻ എങ്ങനെയായിരിക്കുന്നു, ഞാൻ ആരായിരിക്കുന്നു അതുപോലെ തന്നെ എന്നെ ഒട്ടും മിസ് ചെയ്യാതിരിക്കും. ഒട്ടും നിങ്ങൾ മിസ് ചെയ്യത്തില്ല. ഒട്ടും. എങ്ങനെ ഞാൻ പിതാവിനെ കുറിച്ച് സംസാരിച്ചു, ദൈവരാജ്യത്തിന്റെ സത്യം പഠിപ്പിച്ചു, എങ്ങനെ ഞാൻ പിതാവിനെ വരച്ചു കാട്ടിയോ, എങ്ങനെ പിതാവിന്റെ ആ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിപ്പിക്കുക ഇടയാക്കി തീർന്നു, എങ്ങനെ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അങ്ങനെ തന്നെ ഒട്ടും എന്നെ മിസ് ചെയ്യാതെ എന്നെ നന്നായി വരച്ചു കാട്ടുവാൻ, പിതാവിനെ നന്നായി വരച്ചു കാട്ടുവാൻ അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യസ്ഥൻ, the Holy Spirit. These are allos parakletos. യേശു ആരാണോ, എങ്ങനെയാണോ അതേപോലെ ഒരു മാറ്റവുമില്ലാതെ ഒരു സഹായിയായി നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ സഹായിക്കുന്ന സഹായകൻ. He is the divine, the one who comes alongside us to help us and take us to the place where we must reach. ദൂരെന്ന് നമ്മെ സഹായിക്കുന്ന പാരക്ലീറ്റോസ് അല്ല, നമ്മളെ അടുത്ത് വന്ന് നമ്മുടെ കൈ പിടിച്ച് നമ്മൾ എത്തേണ്ട ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുവാൻ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സഹായം. വാവ്, എത്ര വലിയ ഒരു പദവിയാണ്, എത്ര വലിയൊരു പ്രൊവിഷനാണ് പരിശുദ്ധാത്മാവിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായി. He is our counselor. നമ്മുടെ ആലോചനക്കാരാണ്, അത്ഭുത മന്ത്രിയാണ്. He is the greatest counselor. He is the comforter. നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമുക്ക് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റ് ആണ്. He is the intercessor. നമുക്ക് വേണ്ടി സ്തോത്രം ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, നമ്മളിലൂടെ പ്രാർത്ഥിക്കുന്ന ഇന്റർസെസർ ആണ്. He is the strength. നമ്മെ ശക്തീകരിക്കുന്നവനാണ്, നമുക്ക് വേണ്ടി നിൽക്കുന്ന. He is the standby. ആരെങ്കിലും വിമർശിച്ചാൽ, ആരെങ്കിലും നമ്മളെ എതിർത്താൽ പരിശുദ്ധാത്മാവ് എഴുന്നേറ്റ് അങ്ങ് സ്വർഗ്ഗ വിരിച്ചു തന്നു. ഹല്ലേലൂയ. He is the standby. യേശു പറയാ, ഞാൻ പിതാവിനോട് ചോദിക്കും, ഞാൻ എന്നെ പോലെ തന്നെ മറ്റൊരു കാര്യസ്ഥനെ, പരിശുദ്ധാത്മാവിനെ, the allos parakletos, the divine helper. നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ എത്ര വലിയൊരു പദവിയാണ്, എത്ര വലിയ ഒരു സഹായകനെയാണ്, ഒരു ഹെൽപ്പാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. He is our helper. He is our counselor. He is our comforter. He is our intercessor. He is our counselor. He is our strengthener. He is our standby. നമ്മൾ പരിശുദ്ധാത്മാവിനെ അങ്ങനെ തിരിച്ചറിഞ്ഞാൽ, അങ്ങനെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ കൂട്ടായ്മ കൂടിയാൽ, പിന്നെ നമുക്ക് വിഷമിച്ചിരിക്കാൻ കഴിയുമോ? നിരാശപ്പെട്ടിരിക്കാൻ കഴിയുമോ? ഉണങ്ങിയിരിക്കാൻ കഴിയുമോ? നിഷ്ക്രിയരായിരിക്കാൻ കഴിയുമോ? ഈ പരിശുദ്ധാത്മാവിനോട് നാം കൂട്ടായ്മ കൂടിയാൽ, ആ സ്നേഹബന്ധത്തിൽ ഒന്ന് വർദ്ധിച്ചു വന്നാൽ, പരിശുദ്ധാത്മാവിനെ നന്നായി അറിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ഒഴുകുവാൻ കഴിയും, നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവിന് യേശുവിനെ നമ്മളിലൂടെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 7 വാക്യം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകുന്നു. നോക്കി യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചേ. ഞാൻ പോകുന്നത് നന്ന്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ശിഷ്യന്മാർ യേശുവിന്റെ കാലങ്ങളിലാണ് ജീവിച്ചിരുന്നത്. പൗലോസ് അപ്പോസ്തലൻ ജനിച്ചു വീണത് യേശുവിന്റെ കാലങ്ങൾക്ക് ശേഷം. കണ്ടു കാണുമായിരിക്കും, കേട്ട് കാണുമായിരിക്കും, പക്ഷെ താൻ യേശുവിലേക്ക് വരുന്നത് ഒട്ടും മിസ് ചെയ്യാതെ, എങ്ങനെ യേശുവിനോട് ഒട്ടി നടന്ന അപ്പോസ്തലന്മാർ നടന്നു, അതിനേക്കാൾ അപ്പുറമായി ആഴമായി പരിശുദ്ധാത്മാവ് യേശുവിനെ വരച്ചു കാട്ടുകയാണ്, ആ മർമ്മങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. The Holy Spirit, the divine revelator. മറഞ്ഞു കിടന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. യേശു പറയുക, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. യെസ്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. യേശു പറയാം, ഞാൻ പോകുന്നതാ നല്ലത്. ഞാൻ പിതാവിന്റെ സന്നിധിയിൽ പോകും, യാഗം ഞാൻ നിവർത്തിക്കും, ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കും. യെസ്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും, അവൻ വന്നാൽ, പിന്നെ അവിടെ പറയുന്ന 5 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ആ ഭാഗത്തിൽ യേശു പറയുകയാണ്. വന്നാൽ, പരിശുദ്ധാത്മാവ് വന്നാൽ, when the spirit comes, പരിശുദ്ധാത്മാവ് ഒരു സ്ഥലത്ത് വന്നാൽ, ഉണർവ് നടന്നാൽ, ദൈവപ്രവൃത്തികളുടെ ആഴം വെളിപ്പെട്ടാൽ, പരിശുദ്ധാത്മാവ് കർത്തൃത്വം ഏറ്റെടുത്താൽ, ഒരു സ്ഥലത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ, ഈ 5 കാര്യങ്ങൾ നടക്കണം, നടന്നിരിക്കും. ഒന്ന് എന്താണ്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങിയാൽ, പരിശുദ്ധാത്മാവിന്റെ ആഴം വെളിപ്പെട്ടാൽ, പരിശുദ്ധാത്മാവ് കർത്തൃത്വം ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നാൽ പിന്നെന്താ സംഭവിക്കുന്നത്? കൂട്ടമാനസാന്തരം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ, ദൈവസഭയിലൂടെ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്.
He will reprove the world of sin and righteousness of the coming judgment. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ബോധ്യം കൊടുക്കും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനോട് ആഴമായി നാം നടന്നാൽ പിന്നെ നമുക്ക് പാപത്തിൽ ജീവിക്കുവാൻ കഴിയുകയില്ല, പിന്നെ ആസക്തികളിൽ ജീവിക്കുവാൻ കഴിയുകയില്ല, പിന്നെ മർദ്ദലിപ്പിൽ ജീവിക്കുവാൻ കഴിയുകയില്ല, മ്ലേച്ഛതകളിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. Because he is the Holy Spirit. He will keep convicting you of your sin. He will keep speaking to you of God's righteousness. He will keep speaking. There is a day of judgment coming. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ആഴമായി കൂട്ടായ്മ കൂടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാ. That's why the people who are intimate with the Holy Spirit are holy people. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താ? പാപബോധം, പാപത്തെ ലാഘവമായി എടുക്കുന്നത്. Then you become aware of God's holiness. ദൈവത്തിന്റെ വിശുദ്ധിയെ, ദൈവത്തിന്റെ ന്യായവിധിയെ, ദൈവത്തിന്റെ നീതിയെ. പരിശുദ്ധാത്മാവ്, sin, righteousness and judgment. എന്താണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്? 13ാമത്തെ വാക്യം കൂടെ വായിക്കാം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ, സത്യത്തിന്റെ എന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മ കൂടിയാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ട്രാൻസ്ഫോർമേഷൻ. നാം സത്യത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിൽ കള്ളത്തരം, അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ, അന്ധകാരത്തിന്റെ മനോഭാവങ്ങൾ, പരിശുദ്ധാത്മാവിനെ നാം തിരിച്ചറിയുക. പരിശുദ്ധാത്മാവ് ആരാ? അന്ധകാരത്തിൽ നിന്ന്, അധർമ്മത്തിൽ നിന്ന്, അനീതിയിൽ നിന്ന്, പാപത്തിൽ നിന്ന് നമ്മളെ സത്യത്തിലേക്ക്. യേശു എന്താ പറഞ്ഞത്? സത്യത്തിന്റെ ആത്മാവ് നിങ്ങളെ വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലേക്കും നമ്മളെ വഴി നടത്തും. മൂന്നാമത്, അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും. മൂന്നാമത്തെ കാര്യം എന്താ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്? സ്വയമായിട്ടുള്ള സംസാരിക്കുകയില്ല. പരിശുദ്ധാത്മാവ് പോലും ദൈവമാണെങ്കിലും പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളത് സംസാരിക്കുകയില്ലെന്ന്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. യേശു എന്താ പറയുന്നത്? യേശു ദൈവമായിരുന്നു, ദൈവപുത്രനായിരുന്നു. യേശു എന്താ പറയുന്നത്? ഞാൻ പിതാവിൽ നിന്ന് കേട്ട് പിതാവ് ഇച്ഛിക്കുന്നു, പിതാവ് ആഗ്രഹിക്കുന്നത് അത് ഞാൻ പറയും. ഒന്ന് ഓർത്ത് നോക്കി, എന്തൊരു ഡിപെൻഡൻസ് ആയിരുന്നു. യേശു പറയുന്നു, ഞാൻ എനിക്കിഷ്ടമുള്ളതല്ല പറയാൻ വന്നത്, ഞാൻ പിതാവിനെ വരച്ചു കാട്ടുവാൻ വന്ന. പരിശുദ്ധാത്മാവ് പറയുക, ഞാൻ എന്റെ കാര്യങ്ങൾ പറയാനല്ല, ഞാൻ പുത്രനെ മഹത്വപ്പെടുത്തുവാൻ, പുത്രൻ സംസാരിച്ചത്, പുത്രൻ വെളിപ്പെടുത്തിയത് പറയുവാൻ. He will take the words of Christ. പരിശുദ്ധാത്മാവ് ഒരു സൈഡിൽ ഒരിടത്ത് വെളിപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അവിടെ മാനുഷിക വെളിപ്പാടുകളല്ല, മാനുഷിക കഥകളല്ല, യേശുവിന്റെ വചനത്തെ, യേശുവിന്റെ സ്വപ്നത്തെ, ദൈവവചനത്തെ പരിശുദ്ധാത്മാവ് ഉയർത്തുവാൻ ഇടയായി തീരും. അതെ, അവിടെ അനുഭവങ്ങളുണ്ട്, എൻകൗണ്ടറുകളുണ്ട്, പല കാര്യങ്ങളുണ്ട്. പക്ഷെ അവിടെ എപ്പോഴും ദൈവവചനത്തെ, ദൈവത്തിന്റെ പ്രമാണങ്ങളെ, ദൈവത്തിന്റെ ഇഷ്ടത്തെ, ദൈവത്തിന്റെ ആലോചനകളെ, വരുവാനുള്ള ദൈവത്തിന്റെ ന്യായവിധികളെ, നിത്യതയെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച്. നാലാമത്, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? യേശുവിനെ മഹത്വപ്പെടുത്തും. പരിശുദ്ധാത്മാവ് ആഴമായി ചലിക്കുന്നു എന്നുള്ളതിന്റെ അടയാളം എന്താണ്? എല്ലാവരുടെയും വായിൽ യേശു, 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 യേശു. പരിശുദ്ധാത്മാവിനോട് നാം ഒത്തിരി സ്നേഹത്തിലേക്ക് വന്നാൽ നാം യേശുവിനെ മഹത്വപ്പെടുത്തുന്നവരായിത്തീരും, നാം യേശുവിനെ ഉയർത്തുന്നവരായിത്തീരും. നാം യേശുവിനെ ഉയർത്തുമ്പോൾ ലോകം യേശുവിലേക്ക് ആകർഷിക്കപ്പെടുവാനിടയായിത്തീരും. ആമേൻ, ആമേൻ. അഞ്ചാമത്തെ കാര്യം, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്കറിയാം. 15ാമത്തെ വാക്യത്തിൽ സ്തോത്രം, വരുവാനുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച്, നീതിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തും. സത്യത്തിന്റെ ആത്മാവ് സകല സത്യങ്ങളിലേക്ക് നമ്മളെ വഴി നടത്തും. യേശുവിന്റെ വചനത്തെ, ദൈവവചനത്തെ, ദൈവത്തിന്റെ വ്യവസ്ഥകളെ, ദൈവത്തിന്റെ ഹിതത്തെ, ദൈവത്തിന്റെ സംസ്കാരത്തെ, ദൈവത്തിന്റെ സത്യത്തെ, ഹിതത്തെ, ഇഷ്ടത്തെ. പരിശുദ്ധിയുടെ ആത്മാവാണ്, സത്യത്തിന്റെ ആത്മാവാണ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ അജണ്ട എന്താണ്? യേശുവിനെ മഹത്വപ്പെടുത്തുക. ആമേൻ. പരിശുദ്ധാത്മാവുമായി ആഴമായിട്ടുള്ള ഒരു കൂട്ടായ്മ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിനെ ഒന്ന് തിരിച്ചറിയാം, നമുക്കൊന്ന് ക്ഷമ ചോദിക്കാം. പലപ്പോഴും ദൈവസഭകൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ വേണ്ട രീതിയിൽ നാം മാനിച്ചിട്ടില്ല, നാം സ്നേഹിച്ചിട്ടില്ല, നാം ആദരിച്ചിട്ടില്ല, ആ കർത്തൃത്വം കൊടുത്തിട്ടില്ല. അതെ, കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിരൂപിക്കാത്തത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. പക്ഷെ ഒരുക്കി വെച്ചിരിക്കുന്നത്, വെളിപ്പെടുത്തുന്നത്, ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് അറിയില്ല എങ്കിൽ, കൂട്ടായ്മയില്ലെങ്കിൽ, ആ സുഹൃത്ത് ബന്ധമില്ല, ആ സ്നേഹബന്ധമില്ലെങ്കിൽ, കണ്ണ് കാണാത്തതും ചെവി കേൾക്കാത്തതും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിരൂപിക്കാത്തത് പരിശുദ്ധാത്മാവിനെ എങ്ങനെ വെളിപ്പെടുത്തി തരുവാൻ കഴിയും? How can the divine revelator reveal the mysteries of Christ, of the kingdom? നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. മാത്രമായി പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്വീകരിക്കാം, ഒന്ന് സ്നേഹിക്കാം. എന്നെ നടത്തു ദൈവാത്മാവേ, എന്നിൽ വസിക്കൂ അല്ലാഹുവേ, എന്നെ നടത്തു ദൈവാത്മാവേ, എന്നോട് മിണ്ടു
പരിശുദ്ധാത്മാവേ, നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവേ, കാവൽ വേണം, പരിശുദ്ധാത്മാവേ, കൂടെ വേണം, പരിശുദ്ധാത്മാവേ വേണം. ഹൃദയത്തിന്റെ ആഴത്തിൽ ആത്മാവേ, കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവേ, കാവൽ വേണം, പരിശുദ്ധാത്മാവേ, കൂടെ വേണം, പരിശുദ്ധാത്മാവേ വേണം. 2 മിനിറ്റ് നമുക്ക് വ്യക്തിപരമായി പരിശുദ്ധാത്മാവിനോട് നമുക്കൊന്ന് സംസാരിക്കാം. പരിശുദ്ധാത്മാവെ, ഞാൻ അങ്ങേ സ്നേഹിക്കും. ഇന്ന് ഈ ദൂതിലൂടെ, ഈ മെസ്സേജിലൂടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായത് അത് നിങ്ങളുടെ വാക്കുകളിൽ ഒന്ന് എടുത്ത് 2 മിനിറ്റ് പരിശുദ്ധാത്മാവിനോട് നമുക്കൊന്ന് പറയാം. പരിശുദ്ധാത്മാവേ, നന്ദി, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറന്ന് പരിശുദ്ധാത്മാവെ, അങ്ങ് ദൈവമാണെന്നും ഭൂമിയിലെ ഏറ്റവും വലിയ വ്യക്തിയാണെന്നും ദൈവസഭയ്ക്ക് കർത്തൃത്വം കൊടുക്കുവാൻ പിതാവും പുത്രനായ യേശുവും പരിശുദ്ധാത്മാവെ അങ്ങയുടെ കയ്യിലാണ് സകലതും ഏൽപ്പിച്ചത്. എന്നെ വഴി നടത്തുവാൻ, എന്നെ നയിക്കുവാൻ പരിശുദ്ധാത്മാവെ അങ്ങയാണ് ദൈവം നിയോഗിച്ചിരിക്കുന്നതെന്നും അങ്ങാണ് എൻ്റെ അലോസ് പാരാക്ലീറ്റോസ്, എൻ്റെ സഹായി. പരിശുദ്ധാത്മാവിനോടൊന്ന് പറഞ്ഞ് ഒന്ന് സംസാരിച്ച്, ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, ഒന്ന് കമ്മ്യൂൺ ചെയ്ത്, ലെറ്റ്സ് ജസ്റ്റ് കണക്ട് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഒന്ന് സംസാരിച്ച്. കമ്മ്യൂണിയൻ മീൻസ് കമ്മ്യൂണിക്കേഷൻ, കമ്പനി. It means friendship, partnership, participation, sharing. If you want to develop great intimacy, നമ്മൾ ആരോടാണ് ആ കൂട്ട് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, you must keep talking, keep speaking. Only if you keep speaking and talking will you know the heart of that person. പരിശുദ്ധാത്മാവിന്റെ ഹൃദയം അറിയണമെങ്കിൽ വീണ്ടും വീണ്ടും ഇന്റൻഷനലായി നമ്മൾ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണം, ചോദിക്കണം. പരിശുദ്ധാത്മാവേ, എന്നോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവേ, love you Holy Spirit, thank you Holy Spirit, good morning Holy Spirit, good afternoon Holy Spirit, good evening Holy Spirit, thank you for your presence. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി, എനിക്ക് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തി തരുന്നതിനായി, ജ്ഞാനത്തിനെയും പരിജ്ഞാനത്തിനെയും ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ വചനം എനിക്ക് വെളിപ്പെടുത്തി തരുന്നതിനായി. ഓ ജീസസ്. എന്താ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്? യേശുവിന്റെ സാന്നിധ്യത്തെ, യേശുവിനെ നമ്മളിൽ വെളിപ്പെടുത്തുകയാണ്. He manifests Christ in us. നമ്മളിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ, presence and the power of God. Holy Spirit, thou art welcome in this place. ആ കണ്ണട സാകാരങ്ങളെ ഉയർത്തിപ്പിടിച്ചു. Holy Spirit, thou art welcome in this place. Holy Spirit, thou art welcome in this place. Omnipotent Father, full of mercy and grace, thou art welcome in this place. Holy Spirit, പരിശുദ്ധാത്മാവേ, you are welcome. ദൈവസഭയായി ഞങ്ങളങ്ങേ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ മാനിക്കുന്നു. ഞങ്ങളങ്ങയുടെ ശബ്ദം കേട്ടു, ഞങ്ങളങ്ങയുടെ ശബ്ദം കേൾക്കുന്നു. അങ്ങയുടെ സഭ, യേശുവിന്റെ സഭ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കർത്തൃത്വത്തെ സ്വീകരിക്കുന്നു. പിതാവേ, യേശുവേ, അങ്ങ് കർത്തൃത്വം ഏൽപ്പിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് വേണ്ടി, ആ കൂട്ടായ്മയ്ക്കായി, ആ സ്നേഹബന്ധത്തിനായി ഒരു പ്രാവശ്യം നമുക്ക് പാടാം. Holy Spirit, you are welcome in this place. Holy Spirit, you are welcome in this place. Omnipotent Father, full of mercy and grace, you are welcome in this place. You are
താങ്ക് യു ജീസസ്. കർത്താവേ നന്ദി. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ദൈവത്തിന്റെ സാന്നിധ്യമാക്കി, ഞങ്ങളെ ദൈവത്തിന്റെ വാസസ്ഥലമാക്കി, പരിശുദ്ധാത്മാവെ അങ്ങയുടെ മന്ദിരമാക്കി, ക്രിസ്തുവിന്റെ ജ്യോതിഷകളാക്കി ഈ അന്ത്യ നാളുകളിൽ കർത്താവെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവെ ഇന്ന് അങ്ങയുടെ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവുമായ ആഴമായ കൂട്ടായ്മയിലേക്ക്, into that deep intimate friendship with the Holy Spirit. Now we will be so intimate. Jesus, ഞങ്ങളെ ഏൽപ്പിക്കുന്നു, ദൈവസഭയെ ഏൽപ്പിക്കുന്നു, ഭാരതത്തിന്റെ സഭകളെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പാ, വലിയ ചലനങ്ങൾ ഭാരതത്തിൽ അങ്ങ് തുറന്നു വിടുകയാണ്. അത് ഇവിടെയൊക്കെ സംഭവിക്കുന്നു. അത് ഞങ്ങളെ കർത്താവേ സ്തോത്രം, എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം, നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. അക്കാരം അടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജീസസ്. അക്കാരം അടിച്ച് വീണ്ടും ഒന്ന് പറയാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.